നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒക്കെ കഥകൾ ഒരുപാട് നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ടും ഓരോ ദിവസവും ഓരോന്നിങ്ങനെ മുളച്ചു പൊന്തിക്കൊണ്ടുവരികയാണ്. വിശ്വമാതാവും വിശ്വപിതാവും പശുക്കളും കഴുതകളും എനിക്ക് അറിയാൻ മേല എന്തൊക്കെയാണോ അതെല്ലാം ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ദൈവവുമായി കണ്ട് അവിടെ കൊണ്ടുവച്ച് മോൺസമാവുങ്ങളുടെ വേറൊരു പതിപ്പാണ്. ആളുകളെ വിശ്വസിക്കുന്ന ആളുകളും ഒരു കല്ലെടുത്തുകൊണ്ട് വെച്ചാലും അതിനെ വിശ്വസിച്ച് തൊഴാൻ നടക്കുന്ന ആളുകൾ, അങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ കേദാരമായി മാറി നമ്മുടെ രാജ്യം. ഇപ്പോൾ പുതിയൊരു ഫാഷൻ വീണ്ടും വന്നിട്ടുണ്ട്. അത് ഈ തുപ്പൽ വിവാദമൊക്കെ മാറി ഇപ്പം മുഖത്താണ് തുപ്പുന്നത്. കുട്ടികളുണ്ടാവാൻ മുഖത്ത് തുപ്പുന്നു. കണ്ണൊക്കെ ഇങ്ങനെ വിടർത്തി പിടിച്ച് വായൊക്കെ തുറന്ന് പിടിപ്പിച്ചിട്ട് പുരോഹിതൻ എന്ന് അഭിമാനിക്കുന്ന ആ വിവരദോഷി ഒരു സ്ത്രീയുടെ വായിലേക്ക് തുപ്പിക്കൊടുക്കുന്നു. കുട്ടികളുണ്ടാവാനാണ്. ദാ ഈ വിഷ്വലൊന്ന് കാണാം. പരസ്പരം ബന്ധപ്പെടാതെ കുട്ടികളുണ്ടാകാനുള്ള സന്താനഗോപാല യന്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതും മറ്റൊരു തട്ടിപ്പ്. അവിടെയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ദിവസവും കുട്ടികളുണ്ടാക്കാനായി ഈ പറഞ്ഞ മന്ത്രച്ചരടും മേലസും ഒക്കെ കൊടുത്തയക്കുന്നു, അല്ലെങ്കിൽ പാഴ്സലായി പോകുന്നു എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. പിന്നീട് ഒരു 3-4 സ്വാമിമാർ കമിഴ്ന്നു കിടക്കുന്ന സ്ത്രീകളുടെ മുകളിലൂടെ ചവിട്ടിക്കയറി വരുന്ന ഒരു വീഡിയോയും നമ്മൾ കണ്ടു. അതും ഇത് തന്നെയാണ്, കുട്ടികളുണ്ടാകാൻ. ഇപ്പോഴിതാ വേറെ ദിവസം നടന്നിരിക്കുന്നു. ഇതിവിടെയല്ല, UP-യിലാണ്. കുട്ടികളുണ്ടാകാത്തതിൽ ഒരു സ്വാമി ഭർത്താവില്ലാത്ത സമയത്ത് ആ വീട്ടിലെ യുവതിയായ സ്ത്രീയെ അടുത്ത് വിളിച്ചിരുത്തി പൂജ നടത്തുന്ന ഒരു ചിത്രം. ആ പൂജ നടത്തിയത് മാത്രമല്ല, ഇടയ്ക്ക് ഭർത്താവ് കയറി വരുമ്പോൾ അടിയും കൊടുത്ത് സ്വാമിയെ പറഞ്ഞു വിടുന്ന ഒരു വിഷ്വലാണത്. അത് കണ്ടപ്പോൾ ഒന്ന് സൂചിച്ചു. कौन सा इलाज करवाने है? कौन सा क्या इलाज करवा रही थी? बच्चों का इलाज करवाने आई है तो सर ऐसे गोद में देखे कि बैठी हुई है. ഇങ്ങനെ എല്ലാ ഭർത്താക്കന്മാരും ആവശ്യമില്ലാതെ പൂജയ്ക്ക് വരുന്ന സ്വാമിമാർക്കോ പുരോഹിതന്മാർക്കോ അച്ഛന്മാരോ ആരാണെങ്കിലും ശരി പിടിച്ചങ്ങനെ 4 പെട കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളുണ്ടാകാതിരിക്കുന്നതിനുള്ള പൂജാവിധികൾ
ഒന്ന് അവസാനിച്ചേനെ.